UAE എമിറേറ്റുകളിലെമ്പാടും ഇന്ന് രാവിലെയും കനത്ത മൂടൽമഞ്ഞും കാര്യങ്ങളുമാണ് ഉണ്ടായത്. വ്യോമയാന ഗതാഗതത്തെ പോലും കാര്യമായി ബാധിക്കുന്ന രീതിയിലാണ് മൂടൽമഞ്ഞ് ഉണ്ടായത്. 100 മീറ്റർ പരിധിക്കപ്പുറത്തേക്ക് ദൂരക്കാഴ്ച അസാധ്യമാകുന്ന തരത്തിലുള്ള ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതായി പല എമിറേറ്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് റോഡ് ഗതാഗതത്തെ ബാധിച്ചു, ഒപ്പം വ്യോമയാന ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പല വിമാനങ്ങളും ഇന്ന് വൈകിയതായി എമിറേറ്റ്സ് വിമാന സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നു. അറൈവൽ ഡിപ്പാർച്ചർ സർവീസുകളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞും കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് വൈകുന്നുണ്ടോ, അത് കൃത്യസമയത്താണോ എന്നുള്ളൊരു കാര്യം കൃത്യമായി ഉറപ്പാക്കിയതിനു ശേഷം യാത്രയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് എമിറേറ്റ്സ് വിമാന കമ്പനിയും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും യാത്രക്കാരെ ഓർമ്മപ്പെടുത്തുന്നത്. തങ്ങളുടെ ഏതാനും ഫ്ലൈറ്റുകൾ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകുകയും റീറൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തതായി ഫ്ലൈ ദുബായും സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഷാർജ എയർപോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത് 28ഓളം ഫ്ലൈറ്റ് സർവീസുകൾ ഇന്ന് ഡിലേ ആയി എന്നുള്ളൊരു കാര്യമാണ്. ഇൻഡിഗോ, എയർ ഇന്ത്യ, അതുപോലെ തന്നെ കൂടുതൽ ഫ്ലൈറ്റുകളും എയർ അറേബ്യയുടേതുമാണ് ഈ രീതിയിലുള്ള താമസവും തടസ്സവും ഒക്കെ നേരിട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മൂടൽമഞ്ഞും കാര്യങ്ങളും രാജ്യത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം എന്ന രീതിയിലാണ് NCM അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റോഡുകളിലും വലിയ രീതിയിലുള്ള ട്രാഫിക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് അബുദാബി പോലീസ് അടക്കം ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. മൂടൽമഞ്ഞുള്ളപ്പോൾ പരമാവധി വേഗം മണിക്കൂറിൽ 80 കിലോമീറ്ററായി നിജപ്പെടുത്തണം. മുൻപിൽ പോകുന്ന വാഹനവുമായി സുരക്ഷിതമായ അകലം പാലിക്കണം. ഡ്രൈവിംഗിനിടെ ഹൈ ബീം ലൈറ്റുകൾ ഉപയോഗിക്കരുത്. ലോ ബീം ലൈറ്റുകളോ ഫോഗ് ലൈറ്റുകളോ മാത്രം ഉപയോഗിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗം പോലുള്ള അശ്രദ്ധകൾ പാടില്ല. യാത്രക്കാർ റോഡിലെ ഡിജിറ്റൽ സൈൻ ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കാലാവസ്ഥ അറിഞ്ഞു വേണം യാത്ര ചെയ്യാൻ. എല്ലാ വിധത്തിലുള്ള ജാഗ്രതയും സുരക്ഷിതത്വവും പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു ഓരോ യാത്രക്കാരെയും.